ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ടൊമാറ്റോ ചട്നിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ചട്നിയാണ്. അപ്പോൾ വരും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളിക്ക് നല്ല പുളിയുണ്ട്. അപ്പോൾ ഒരു തക്കാളിയാണ്, ഒരു വലിയൊരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് വേണ്ടിയത് ഒരു പകുതി സവോളയും ഒരു കുഞ്ഞിഞ്ചി കഷ്ണവും 2 പച്ചമുളകുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഞാനിവിടെ ഓൾറെഡി ഒരു പാൻ വെച്ചിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ എല്ലാ റെസിപ്പീസിലും വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ കശ്മീരിയും നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. അതാവുമ്പോൾ നല്ല സ്പൈസി ഉണ്ടാവും, പിന്നെ നല്ല കളറും ഉണ്ടാവും. അപ്പോൾ 2 മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മസാല എന്ന് പറയുന്നത് ഞാൻ വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം നല്ല പുളിയുള്ള തക്കാളി കൊണ്ട് വേണം ചട്നി പ്രിപ്പയർ ചെയ്യാൻ നോക്കാൻ. അത് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ തക്കാളിക്ക് ഒരുപാട് പുളി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാളംപുളി ആണെങ്കിലും അതിലേക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തക്കാളി നമുക്ക് ഒരുപാട് വെന്തുടയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ മസാലയിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലാസ് എല്ലാം ഞാൻ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക, സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ മോൻ ഇത് വളരെ ഇഷ്ടമുള്ളൊരു ചട്നിയാണ്. ഇഡ്ഡലിയും ദോശയുടെ കൂടെയൊക്കെ അവനിത് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അൻറ്റിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.